വെച്ച് കൊടുക്കുന്ന കാര്യമാണ് ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യമേ നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. സെയിം കളർ ഉണ്ടെങ്കിൽ സെയിം കളർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് ആദ്യമേ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പീസായിട്ടുള്ള ക്ലോത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല ഷേപ്പിൽ നമ്മൾ ആ ബെൽറ്റിനായിട്ട് കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുക. അപ്പം നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ വെച്ച് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വഴി ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ആ ബെൽറ്റിൻ്റെ ബോട്ടം ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല 2 ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തോണേ. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തതിനെ ഇതുപോലെ തിരിച്ചെടുക്കുക. ഈ ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തതിനെ നമ്മളിങ്ങനെ തിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളെ കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കറക്റ്റ് ഷേപ്പുള്ളിടം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡ് വഴി നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സൈഡെല്ലാം നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഈ സൈഡെല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾക്ക് കിട്ടണം. അപ്പം നമ്മളുടെ ഈ ഒരു ഭാഗം ഇതുപോലെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ഈ കറക്റ്റ് അളവിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് അളവിലുള്ള ബെൽറ്റ് ഇതുപോലെ കിട്ടുവേ. അപ്പം ഇത് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ്.